നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള സന്ധ്യാസമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഏറിയ കൃപകൾ കൊണ്ട് കർത്താവെ ഞങ്ങളെ മറയ്ക്കുന്ന നിന്റെ വിശ്വസ്തതയ്ക്ക് സ്നേഹത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. വരുവാനുള്ളത് കർത്താവെ ഞങ്ങൾക്ക് മുൻകൂട്ടി അറിയിക്കുന്ന ദൈവം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവിടെ ജയഘോഷം കൊണ്ടാടി അവയെ പരസ്യകോലമാക്കി നീ ഞങ്ങളെ വസിച്ചുകൊണ്ട് ഈ പ്രവൃത്തി ഇന്ന് ചെയ്ത് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠ മഹാപുരോഹിതനായ രക്ഷാനായകനായി ഞങ്ങൾക്ക് വേണ്ടി മുൻചെന്ന നിന്റെ നാമത്തെ വാഴ്ത്തുന്ന കർത്താവ്, കൂട്ടിവരുത്തിയ ഒരു ജനത്തിനുമായി സ്തോത്രം. തിരുവഴുത്തുള്ള ധ്യാനിപ്പതൊക്കെ വേണം. പരിശുദ്ധാത്മാ ദൈവമേ, ഓരോരുത്തരുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തികളെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ, പരിസരങ്ങളെ, ഈ ദേശത്തിൻ്റെ പരിസരങ്ങളെയും നിന്റെ പ്രായശ്ചിത്ത രക്തം മുഖാന്തരം സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തുയർത്തുന്ന കർത്താവെ നിന്റെ മഹത്വം വെളിപ്പെടാട്ടെ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. വീണ്ടും വരുന്നവരായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ഒരിക്കൽ കൂടി ഒരു ക്ലാസ്സിലേക്ക് നമ്മളെ കർത്താവ് കൂട്ടി വരുത്തുക. അവൻ്റെ സ്നേഹത്തെ കൃപയെ ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കാം. നാം ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ആഴത്തുള്ള വിഷയങ്ങളാണ്. ആമേൻ. എഫെസ്യൻസ് കൊളോസ്യരെ ആസ്പദമാക്കി ക്രിസ്തുവും അവൻ്റെ ശരീരമാവുന്ന സഭയും തമ്മിലുള്ള ബന്ധം എന്നാണ് നമ്മൾ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്തുള്ള വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചത് ഇന്നലെ. ഹല്ലേലൂയ. എങ്ങനെയാണ് അവൻ സ്തോത്രം തൻ്റെ രക്തം കൊണ്ട് നമ്മൾ വീണ്ടെടുത്ത ആമേൻ ദൈവത്തോട് തന്നിൽ ഏക മനുഷ്യനായിട്ട്, ഒരേ പുതു മനുഷ്യനായിട്ട്, അത് വളരെ വളരെ ആഴവും വളരെ സ്നേഹം നിറയത്തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങൾ അവൻ്റെ മുമ്പിൽ ഉരുകത്തക്കവണ്ണമുള്ള ഒരു സംഭവമാണ്. തന്നിൽ ഒരേ പുതു മനുഷ്യനായിട്ട് സൃഷ്ടിച്ച് ദൈവത്തോട് നിരപ്പിച്ചു എന്ന് പറയുന്നത്, റീകൺസൈൽ ചെയ്യിപ്പിച്ച് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ അത്രമാത്രം വിലമതിക്കപ്പെട്ടവരാണ്. ഈ ലോകത്തിൽ നമ്മുടെ വാസത്തിലെ നിന്ദകളാലും അപമാനങ്ങളാലും ദുഷികളാലും യുദ്ധങ്ങളും പോരാട്ടങ്ങളും എല്ലാത്തും കൊണ്ട് നമ്മൾ ഒന്നുമില്ലാത്തവരായി തീരുന്നെങ്കിലും ആത്മീയ ഗോളത്തിൽ നാം രാജാതി രാജാവിനോട് കൂടെ രാജാക്കന്മാരാണ്. ഇതിന്ന് ഒരല്പം പോലും മാറുന്നില്ല. അവൻ്റെ വ്യവസ്ഥയ്ക്ക് മാറ്റമില്ല, അവൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല. മാറ്റമുള്ളത് നമ്മുടെ ബലഹീനതയാണ്. നാം ബലഹീനരാണ്. അല്പം സമയം കിട്ടിയ ക്രിസ്തുവിനെ കൂടാതെ വാഴണമെന്നുള്ളതാണ് നമ്മുടെ ജഡത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സോളിൻ്റെ ആഗ്രഹം. അത് നമ്മുടെ ഒരു ഇൻബിൽട്ടാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ വസിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും അലർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരല്പം പ്രേരണ വന്നാൽ, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇല്ലാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഫ്ലഷ് അല്ലെങ്കിൽ ജഡം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജഡം എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അല്പം ഒന്ന് ഓവർകം ചെയ്ത് നിൽക്കാൻ ആഗ്രഹിച്ചാൽ പിന്നെ അത് കയറി അങ്ങ് ഭരിക്കാൻ തുടങ്ങും. അത് സംസാരത്തിൽ കൂടെ ആകാം, പ്രവൃത്തിയിൽ കൂടെ പല വിധത്തിലാകാം. അവിടെയൊക്കെ കർത്താവേ നിന്റെ കൃപ വേണം, ഇതിനെ ചെയ്യിപ്പാൻ നിന്നെ കൂടാതെ സാധ്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലിൻ്റെ ആ വീണ്ടും ജനനം പ്രാപിക്കത്തക്കണം ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവ സ്വീകരിക്കുന്ന ആ മൂവ്മെന്റ് തുടങ്ങി ഘോരമായി 3 ശത്രുക്കളുണ്ട്. ശത്രുവിൻ്റെ ഘോരത്തെ കുറിച്ച് പറയാനല്ല, നമ്മൾ അലർട്ടായിരിക്കത്തക്കണമാണ് പറയുന്നത്. ഒന്ന്, ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തതുമായ നമ്മളിൽ വസിക്കുന്നതായിട്ടുള്ള ഫ്ലഷ്, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെയുള്ള നമ്മുടെ ഹ്യൂമൻ നേച്ചർ. ഇതിടയ്ക്കിടകിട്ട് പൊങ്ങി വരും. അതിനാണ് ക്രിസ്തുവിൽ വസിക്കേണ്ട ആവശ്യകത എപ്പോഴും പറയുന്നത്. മറ്റു 2 ശത്രുക്കൾ, ഒന്ന് വേൾഡ് ടെംപ്ടേഷൻ നമുക്ക് വേണമെങ്കിൽ ഓവർകം ചെയ്യാം. സെറ്റാനിക്കുണ്ടും അത്ര വലുതല്ല. പക്ഷെ നമ്മളിൽ വസിക്കുന്നത് ഈ സാധനം പലപ്പോഴും നമ്മളെടുത്ത് ഭരിക്കാൻ നോക്കും. ഹല്ലേലൂയ. അത് പറഞ്ഞ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുക നമ്മെ കൊണ്ട് സാധ്യമല്ല. അതിനാണ് ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ എന്തു ചെയ്യുമ്പോഴോ ഇത് ജഡമാണോ ആത്മാവാണോ, ജഡമാണോ ആത്മാവ് ചിന്തിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. വൺസ് യു ഡെഡിക്കേറ്റഡ് യുവർസെൽഫ് ടു ദ ലോർഡ്, ഹി വിൽ ഡു. സ്തോത്രം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് സ്തോത്രം, അതായത് റീകൺസിലിയേഷൻ ഓഫ് ദ ക്രിയേഷൻ ടു ഗോഡ് എന്നൊരു കാര്യമായിരുന്നു നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ വലിയൊരു ഉത്തരവാദിത്തം
ക്രിസ്തുവിൽ ജനിച്ച്, അതായത് ചൈൽഡ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവ കുടുംബത്തിൽ ജനിച്ച ഓരോ വ്യക്തികളും പുത്രത്വത്തിൻ്റെ ആ പക്വത വരുന്നത് വരേക്കും ഓരോരുത്തരും അതിൻ്റെ ഉത്തരവാദികളാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണി പാതാള ഗോപുരങ്ങൾ അതിൽ ജയിക്കയില്ലെന്ന് പറഞ്ഞ് കർത്താവ് നമ്മളെ പണിതെടുക്കാൻ ശക്തനാണ്, വിശ്വസ്തനാണ്, എല്ലാം കൊണ്ട് സമ്പൂർണതയുള്ളവരാണ്. പക്ഷേ നമുക്കൊരു ഫ്രീ വിൽ തന്നിട്ടുണ്ട്, അത് ഫ്രീസ് ചെയ്തിട്ടില്ല. നമുക്ക് ലഭിക്കുന്ന ഇൻറ്റ്യൂഷൻസ് മുഖാന്തരം നാം അവരുമായിട്ട് ജോയിൻ ചെയ്തിട്ട് പ്രവർത്തിച്ചാലേ ഈ കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുകയാണ്. നാം ഓരോരുത്തരും പുത്രത്വത്തിൻ്റെ പക്വത പ്രാപിക്കുന്നിടത്തോളം കാത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപദേഷ്ടകന്മാര്, പ്രവാചകന്മാര്, സുവിശേഷകന്മാര്, ഇടയന്മാരൊക്കെയും ദൈവമാക്കി വച്ചിരിക്കുന്നത്. അവരാൽ നടക്കുന്ന ശുശ്രൂഷകൾ നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളർന്നു വരുവാൻ, സകലത്തിലും വളർന്നു വരുവാൻ, ഒരു കാര്യത്തിൽ മാത്രമല്ല സകല കാര്യങ്ങളിലും വളർന്നു വരുവാൻ തക്കോടെ കാരണമായി തരുന്നു. പുത്രനോട് അനുരൂപരായി തരുവാൻ തക്കോടെ കാരണമായി തരും. പലപ്പോഴും നമ്മുടെ ടെംപ്റ്റേഷൻ നമ്മൾ വഴുതി പോകാം, പ്രവൃത്തിയിൽ കൂടെ സംസാരത്തിൽ കൂടെ പലതിലും വഴുതി പോകാം. പക്ഷെ അവൻ കൈവിടുന്നില്ല, അവൻ വിശ്വസ്തനായി പാർക്കും. നമുക്ക് തിരിച്ചു വരാം എപ്പോഴും. പക്ഷേ ഡോർ ഒന്നേ ഉള്ളൂ, ക്രൈസ്റ്റ്. ഡോർ ഒന്നേ ഉള്ളൂ, ക്രൈസ്റ്റ്. അക്സെപ്റ്റ് ക്രൈസ്റ്റ്. വേറെ വഴികളില്ല, വേറൊരു മാർഗവുമില്ല. ഓൺലി വേ. ലോർഡ്, എനിക്ക് തെറ്റുപറ്റി, നിന്നെയല്ല, ഞാൻ എൻ്റെ ജഡത്തെ, ദൈവത്തിൻ്റെ ആത്മാവില്ലാത്ത എൻ്റെ ചീഞ്ഞളഞ്ഞ ഹ്യൂമൻ നേച്ചറിന് ഞാൻ അനുസരിച്ച് പോയി. ലോർഡ്, ഫോർഗിവ് മീ, വാഷ് മീ ബൈ യുവർ ബ്ലഡ്, ക്ലീൻ. അവൻ നമ്മളെ കൈക്കൊള്ളും. നാം ബലഹീനത അവരെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു കൃപ നമ്മൾ വ്യർത്ഥമായി യൂസ് ചെയ്യരുത്. പാപം പെരുകേണ്ടതിന്, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഒരു നാളും വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ആ കാര്യം ചിന്തിച്ചിട്ട് അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നത്, സ്തോത്രം, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ ഞാൻ അവർക്ക് ദൈവവും അവർക്ക് മകനുമായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മകൻ, സ്തോത്രം, സൺസ്. ഹല്ലേലൂയ. ആ പക്വത പ്രാപിക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതിൻ്റെ വേഴ്സ് 19 ഒന്ന്, കൊളോസ്യ ലേഖനം വേഴ്സ് 19 ഒന്നുകൂടി ഒന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. മലയാളത്തിൽ ഞാൻ വായിക്കുന്നു, അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും, ക്രിസ്തുവിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും. നമ്മൾ ഇന്നലെ ചിന്തിച്ചില്ലായിരുന്നു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി എന്നുള്ള കാര്യമാണ് നാം ചിന്തിച്ച് നമ്മുടെ റീകൺസിലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതിനാവശ്യമായിട്ടുള്ള പ്രായശ്ചിത്തം, എന്തുകൊണ്ട് ആ പ്രായശ്ചിത്തത്തിന് ആവശ്യകത വന്നു, ആമേ സ്തോത്രം, എന്താണ് യേശുക്രിസ്തു എങ്ങനെയാണ് പ്രായശ്ചിത്തം നടത്തിയെടുത്തത്, ദൈവം അതിനു വേണ്ടി കൊടുത്ത വില എന്താണ്, സ്തോത്രം, അതിനകത്ത് മനുഷ്യൻ്റെ ഡ്യൂട്ടി എന്താണ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ 2ാമത്തെ ക്ലാസ്സിൽ കൂടെ ചിന്തിച്ചതാണ്. ഒരു ചെറിയ കാര്യം ചിന്തിക്കാൻ, അവനിൽ സർവ്വസമ്പൂർണ്ണത വസിപ്പാൻ. ഇംഗ്ലീഷ് ഞാൻ വായിക്കുന്നു, ഫോർ ഇറ്റ് പ്ലീസ് ദ ഫാദർ that in him all the fullness should dwell. സർവസമ്പൂർണതയും അവനിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ നാം അവനോട് കൂടെ ആയിരിക്കുമ്പോൾ നമ്മളിലും സർവസമ്പൂർണതയും വസിക്കാം. അപ്പൊ ക്രിസ്തുവിൽ നമുക്ക് സകലത്തിൻ്റെ സമ്പൂർണതയുണ്ട്. ഇത് വിശ്വാസത്താൽ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. നാം വിശ്വാസത്താൽ, പുതിയ നിയമത്തിന്റെ സകല കാര്യങ്ങളും പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ. കൃപയാൽ ഓപ്ഷൻ ഓപ്പൺ ആണ്, വിശ്വാസത്താൽ ഏറ്റെടുക്കുക. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്ക് തോന്നും. നമ്മൾ പാപമോചനം ഈസിയായിട്ട് വിശ്വാസത്താൽ ഏറ്റെടുത്തു. അവൻ നമ്മളിൽ വസിച്ചുകൊണ്ട്, നമ്മൾ എടുത്തുപയോഗിച്ചുകൊണ്ട് പാപം ചെയ്യാതെ നമ്മളെ സൂക്ഷിക്കുകയാണ്. അവൻ നമ്മളിൽ ഇല്ലെങ്കിൽ, നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകം ചിന്തിച്ചപ്പോൾ വായിച്ചല്ലോ, എലീശ മഹാപുരോഹിതനായിരുന്നു, ആട്ടിൽ പാലുമായി പണിതത്. എന്നാൽ നെഹമ്യാവില്ലാത്തൊരു സമയത്ത് എലീശ കാര്യം ചെയ്ത് അവന്റെ ബന്ധുവായ തോബിയാവിന് ദൈവത്തിന്റെ ആലയത്തിനകത്തൊരു അറ ഒരുക്കി കൊടുത്തു. ദൈവത്തിന്റെ ആലയപ്പണിക്ക് എതിരായിട്ട് നിൽക്കുന്ന, ഓരോ നിമിഷവും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിരപ്പിച്ചുകൊണ്ട് തന്ത്രപൂർവം ദൈവത്തിന്റെ ആലയപ്പണിക്ക് എതിരായി നിൽക്കുന്ന ഒരു വ്യക്തിയെ എലീശ മഹാപുരോഹിതൻ അമോനിനായ തോബിയാവിന്റെ ബന്ധുവായിരുന്നു പറഞ്ഞാൽ അവിടുന്ന് വിവാഹം കഴിച്ചു എന്നർത്ഥം.
മഹാപുരോഹിതൻ. എന്തുകൊണ്ടാ? അവിടെ ദൈവത്താൽ നിയോഗിക്കപ്പെടല, ഈ രാജാവിന് നിയോഗിക്കപ്പെട്ടവനായ നെഹമ്യാവ് അവിടെ ഇല്ലായിരുന്നു. ഇതേപോലെ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളില്ലാത്ത സമയത്ത് നമുക്ക് ചിലപ്പോൾ ചില ബന്ധങ്ങള് ദൈവത്തിന്റെ ആലയപ്പണിക്ക്, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ നടക്കുന്ന ക്രിസ്തുവിന്റെ ആലയപ്പണിക്ക്, മഹത്വത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിച്ച് അവന്റെ മന്ദിരമായി പണിതുകൊണ്ടിരിക്കുന്ന ആ ആലയപ്പണിക്ക് വിഘ്നമായിരിക്കുന്ന അമോനിയരായ തോബിയാവുമാർക്ക് ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചില സ്ഥാനങ്ങൾ ഒരുക്കി കൊടുക്കും. അത് നമുക്ക് വല്ലാത്ത വലച്ചിലായി തീരും. ഇതാണെന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ഹിതപ്രകാരമല്ലാതെ ഒരു മിസ്രൈമിലേക്ക് ഓടിപ്പോക്കും അവിടെ നിന്ന് ഒരു ആഗറിന് കിട്ടിയെന്നൊരു തലവേദനയാണ് ഇന്ന് വേൾഡ് മുഴുവൻ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട്. ദൈവഹിതപ്രകാരമല്ലാതെ, ദൈവ ആലോചന പ്രകാരമല്ലാതെ നടന്ന ഒരു ഇസ്മായേൽ. ഇതേപോലെ പല ഇസ്മായേൽമാരും ദൈവത്തിന്റെ ആത്മാവില്ലാതിരുന്ന സമയത്ത് നമ്മൾ ജനിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നാം ചിലപ്പോൾ അറ ഒരുക്കി കൊടുക്കും. അത് ആലയപ്പണിക്ക് വിരുദ്ധമായി തരും. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എങ്ങനെ നെഹമ്യാവ് തിരിച്ചു വന്നപ്പോൾ എന്താ ചെയ്തത്? അവന് സകലവിധ സാധനങ്ങൾ വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇസ്രായേൽ ജനം 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം കഷ്ടം ഞെരുക്കമെല്ലാം അനുഭവിച്ചതിന് ശേഷം തിരിച്ചു വരികയാണ്. യിരെമ്യാ പ്രവാചകനിൽ കൂടെ ഉണ്ടായ അരുളപ്പാട് നിമിത്തം 70 സംവത്സരങ്ങൾക്ക് ശേഷം കോരശില ദൈവം പ്രവർത്തിച്ച് ആലയത്തിൽ നിന്ന്, ദൈവത്തിന് ആലയത്തിൽ നിന്ന് കുടിച്ചു കൊണ്ടുപോയി എല്ലാ ഉപകരണങ്ങളടക്കം തിരിച്ചു കൊണ്ടുവരികയാണ്. തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് എലീശ മഹാപുരോഹിതന് പോയിട്ട് ആലയപ്പണിക്ക് ശത്രുവായി നിൽക്കുന്ന അമ്മോന്യ തോബിയാവുമായിട്ട് ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ഇതേപോലെ നമ്മുടെ ഹൃദയത്തില് ദൈവഹിതത്തിലല്ലാത്ത സ്ഥാനങ്ങൾ കൊടുക്കരുത്. ആലയപ്പണി മുടങ്ങും. നമ്മെ കൂടാതെ അല്ല കർത്താവ് ചെയ്യുന്നത്. ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കി, നമ്മെ കൂടാതെ കർത്താവിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മളെ കാര്യത്തിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം, കാര്യങ്ങളൊക്കെ ഒരുക്കി തരാം, സാഹചര്യങ്ങൾ ഒരുക്കാം, ആവശ്യമായ ഇൻറ്റ്യൂഷൻസ് നമുക്ക് തരാം, വചനത്തിന് കൂടെ നമ്മൾ സംസാരിക്കാം, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെടുത്ത് ഇടപെടാം. പക്ഷേ നാം അതിന് ഈൽഡ് ചെയ്യുന്നില്ലെങ്കിൽ അവന് പണിയാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നെഹമ്യാവിന്റെ മതിൽപ്പണിയുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഓരോരുത്തരും താൻ്റെ വാതിലിന് മുമ്പിലുള്ള മതിൽ പണിതു. മതിലെന്തിനാ? ശത്രു അനധികൃതമായി കടന്നു വരാതിരിക്കാൻ. പിടിഞ്ഞു കിടക്കുന്ന മതിലൊക്കെയും തന്നെ പാസ്റ്റർമാര് പണിയാൻ ഏൽപ്പിച്ചു കൊടുക്കാതെ ഓരോരുത്തരും വിശ്വാസത്തില്, പ്രത്യാശയില്, വചനവായില്, ധ്യാനത്തില്, പ്രാർത്ഥനയില് എവിടെയൊക്കെ ഇടിഞ്ഞു കിടക്കുന്നുണ്ടോ അവനവൻ പണിയ. അവനവന്റെ മതിൽ പണിതതിന് ശേഷം മറ്റുള്ളവന്റെ മതിൽ പണിയാൻ പോയാൽ മതി. അല്ലെങ്കിൽ എന്താ അറിയാമോ? ശത്രു കയറി മറ്റവന്റെ മതിൽ പണിയാൻ നോക്കുക. ആ ബലഹീന വിശ്വാസി പോലെ ചിലപ്പോൾ വീട് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റിൽ നിന്ന് അല്പം ഡൈവേർട്ട് ചെയ്തൊരു കാര്യം പറയേണ്ടി വന്നാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും, ക്രിസ്തുവിൽ സർവസമ്പൂർണതയും ഉണ്ട്. അപ്പൊ നാം ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് പരാജയപ്പെട്ടു പോകുന്നതായിട്ട് തോന്നാം. കർത്താവ് ഇത്ര നാളായിട്ട് ഈ ഒരു കാര്യത്തിൽ ഒരു വിടുതലില്ലല്ലോ. അതെന്തിനു വേണ്ടിയാ? നിന്നിൽ ചില പണികൾ ചെയ്തെടുക്കാനുണ്ട്. ഒരു പക്ഷെ നിന്നിൽ എവിടേക്ക് നിന്നെ കൊണ്ടുപോകുന്നത്? ആ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്ന പുത്രനോട് കൂടെയാണ് നിന്നെ ഇപ്പോൾ ഇരുത്തിയിരിക്കുന്നത്. പക്ഷെ നിന്നിൽ കുറച്ച് ഹ്യൂമൻ നേച്ചേഴ്സ് ഉള്ളത് കൊണ്ട് അതെല്ലാം മാറ്റി അതേ സിംഹാസനത്തിൽ ഇരുന്ന് യുഗായുഗങ്ങൾ ഭരിക്കുവാനാ, ജാതികളെ ഭരിക്കുവാൻ. അപ്പൊ നിന്റെ സെൽഫ് ഡിസൈർസ് അനുസരിച്ചല്ല, ഡിവൈൻ ലോ അനുസരിച്ച് നാം ഭരിക്കണം. അപ്പൊ അതിന് തക്കതായിട്ടുള്ള ഡിവൈൻ നേച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ചിലപ്പോൾ നമ്മുടെ സെൽഫ് നേച്ചർ ഒന്ന് എക്സ്പോസ് ചെയ്തു തരും. അത് അക്നോളജ് ചെയ്യും. ഞാൻ ഈ ദിവസങ്ങളിൽ വീണ്ടും ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഏതൊരവസ്ഥ വന്നാലും എന്നിൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ഉയർത്തെന്നിട്ട് വേറൊരുവിന് വേണ്ടി ഞാൻ എൻ്റെ ഹൃദയത്തെ, എൻ്റെ സോളിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനിൽ സർവസമ്പൂർണതയുമുണ്ട്. ഈ വചനത്തിൽ നല്ലവണ്ണം ഉറക്കുക. നമ്മുടെ ഏതൊരു വിഷയമാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്ന കൊമ്പ്, ഞാൻ പിടിച്ചിരിക്കുന്ന കൊമ്പ്, അത് ഉയർത്തെന്നേറ്റവനായ വേറൊരുവനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്.
എനിക്ക് വേണ്ടി യാഗമായി തീർന്ന് ദൈവനീതി എൻ്റെ മേൽ വിധിച്ചെന്ന ശിക്ഷയ്ക്ക് അമ്മ പകരമായിട്ട് അവൻ എൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് പകരക്കാരനായി തീർന്ന് ഉയർത്തെന്നേറ്റ മഹിമയുടെ വലതുഭാഗത്ത് സ്വർഗത്തിനും ഭൂമിയിൽ സകല അധികാരമുള്ളവനായി വാഴുന്ന അവനെയാണ് ഞാൻ എൻ്റെ കർത്താവായി സ്വീകരിച്ചിരിക്കുന്നത്. അവനിൽ സർവസമ്പൂർണതയുമുണ്ട്. ഇത് വിശ്വാസത്താൽ നമ്മൾ എങ്ങനെ ജനറലായിട്ട് പറയും, എല്ലാവരും അംഗീകരിക്കും. പക്ഷേ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നാം പതറുന്നത് എന്താ? നമ്മൾ ആ റിലേഷനിൽ നമ്മൾ 100% പണിയപ്പെട്ടിട്ടില്ല. ഒരു 90% ഒക്കെ. പക്ഷെ കുറച്ചും കൂടി ആ തീയുടെ ചൂടിൻ്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ നാം സംശയിച്ചു പോകും. ഇതിന് സർവസമ്പൂർണതയുണ്ടോ? ശത്രു ചിന്തയിൽ കൊണ്ടുവരും. നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കത്തക്കവണ്ണം, അസ്ഥികളെ തകർക്കത്തക്കവണ്ണം നിന്ന ശത്രു ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. നീ വിശ്വസിച്ചിട്ട് എന്താ കാര്യം ഉണ്ടായേ? നീ യേശു സമാധാനം, അവൻ സമാധാന പ്രഭു എന്ന് പറഞ്ഞ് കേട്ടു. നീ വിശ്വസിച്ചു, എവിടെ നിനക്ക് സമാധാനം? നിനക്ക് സ്വസ്ഥതയുണ്ടോ? ഇങ്ങനെ പല ചിന്തകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരത്തക്കവണ്ണം അവൻ തന്നെ പ്രതികൂലം ഉണ്ടാക്കും. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് അതിന് അഡ്വാൻസ് ആയിട്ട് നിന്ന് നമുക്ക് ചെറിയതായിട്ടൊരു ആലോചന പറഞ്ഞു തരും. ഈവൻ വഴുതിയാൽ തന്നെയും അവൻ നമ്മെ വലങ്കരം പിടിച്ച് നിർത്തും, യഥാസ്ഥാനപ്പെടുത്തും. കാരണം നമ്മുടെ നീതിയിലല്ല നാം ആശ്രയിക്കുന്നത്. ദൈവരാജ്യം നമ്മെ നോക്കുന്നത് നമ്മുടെ നീതി പ്രവൃത്തികളല്ല. ഇത് എപ്പോഴും ശ്രദ്ധിക്കാൻ, ഞാൻ എൻ്റെ നീതി പ്രവൃത്തിയിൽ ഇനി ആശ്രയിക്കില്ല. എനിക്ക് വേണ്ടി ക്രൂശിൽ നിവർത്തിക്കപ്പെട്ട നീതിയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. അതിന് ഭംഗമില്ല. അവരെന്ന് മഹിമയുടെ വലതുഭാഗത്തുനിന്ന് താഴോട്ട് ഇറക്കുവാൻ ഒരു സൃഷ്ടിക്ക് സാധ്യമല്ല. ഹല്ലേലൂയ. അവരെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം പരസ്യമായി എല്ലാവർക്കും ആ സാക്ഷി നൽകിയിരിക്കുകയാണ്. ഹു ആർ ബിലീവ് ഇൻ ഹിം വിൽ ബി ഫ്രീലി ജസ്റ്റിഫൈഡ്. സൗജന്യമായിട്ട് കിട്ടിയിരിക്കുന്നതാണ്. എന്നാൽ നമ്മൾ പണിയുന്ന അവസ്ഥയിൽ വരുമ്പോൾ മിക്കവാറും നമ്മുടെ ഒരു കലക്ക വെള്ളത്തിലാണ്. പക്ഷെ ആ കലക്ക വെള്ളത്തിൽ നിന്ന് ഒരു തെളിവ് ഇല്ലേ, ഒരു കാർമുകിലേറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ എന്തായി? ഒരു മഴ വരുമ്പോൾ ഒരു മഴവില്ല് കാണും. മഴവില്ല് എന്ത് കാണിക്കുന്ന? നോഹയുടെ കാലത്ത് മഴവില്ല് കാണിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ കാണിക്കുകയാണ്. അവൻ വാക്ക് മാറാത്തവൻ. ഒരടയാളമായിട്ട് വെച്ചു, ഇനി ഞാൻ വെള്ളപ്പൊക്കം കൊണ്ട് ഭൂമിയെ മുഴുവനുമായിട്ട് നശിപ്പിക്കുകയില്ല. അപ്പൊ കാർമുകിൽ എത്ര ഏറി വന്നാലും, എത്ര കൊടുങ്കാറ്റ് വന്നാലും ഒരു വിശ്വസ്ത ദൈവത്തെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അവന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗമില്ല. 91 സംഖ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിന്റെ വിശ്വസ്തത എനിക്ക് പരിചയം പലകയുമാണ്. അപ്പോൾ അതിനെതിരായിട്ട് കാറ്റ് വരും. അപ്പൊ നമ്മുടെ ഹ്യൂമാനിറ്റി നാം ചിന്തിച്ചു പോകും, കർത്താവേ വചനം എവിടെയാ? ശത്രുമായി നോക്ക്, നിന്റെ ദൈവത്തിന്റെ വചനം വല്ല കാര്യമുണ്ടോ? നീ വിശ്വസിച്ച വല്ല കാര്യമുണ്ടോ? നോക്ക്, നടക്കുന്നില്ലല്ലോ. കൊടുങ്കാറ്റ് അടിക്കുന്നല്ലോ. ദൈവത്തിന്റെ പരിചയം എവിടെ നടക്കുന്നത്? എന്താ പറയും? നമ്മൾ പരിചയം ഉപയോഗിക്കുന്നില്ല. പരിചയമുണ്ടെന്ന് പറയും. ലോർഡ് ഇസ് മൈ ഷീൽഡ് എന്നൊക്കെ പറയും. പക്ഷേ പരിചയം എടുത്ത് ഉപയോഗിക്കേണ്ട വിധം അറിയുന്നില്ല. അതുകൊണ്ട് എന്താ? ശത്രു നമ്മുടെ മുമ്പിൽ കാറ്റടിപ്പിച്ച് നമ്മളെ താഴ്ത്ത നോക്കും. എന്നാലും കർത്താവ് വിട്ട് കളയില്ല. അവൻ തന്നെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നതാണ്, അബ്രാഹാമിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, നിന്നിൽ ഭൂമിയിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പിന്നെയും അവൻ നമ്മളെ പണിയും. പിന്നെയും വചനങ്ങൾ നൽകി, ആത്മാവിനെ നൽകി, യഥാസ്ഥാനപ്പെടുത്തി തൻ്റെ നീതി നമുക്ക് സൗജന്യമായിട്ട് തന്നു. റോമാലേഖനം 5:17 പറഞ്ഞിരിക്കുന്നത്, കൃപയുടെ നീതിദാനത്തിന് സമൃദ്ധി ലഭിക്കുന്നവർ ഏറ്റവും അധികമായിട്ട് ജീവനിൽ വാഴുമെന്ന് പറഞ്ഞിരിക്കുന്നത്. മരിക്കുന്നല്ല. കൃപയുടെയും നീതിദാനത്തിൻ്റെയും കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് കിട്ടുന്നതല്ല. ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഈ വചനങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഓർമ്മ വരും. ഞാൻ ഈ വചനം പഠിക്കുന്നു പറഞ്ഞത് അതുകൊണ്ടാണ്. ഞാനിത് എഴുതി വെച്ചൊരു പ്രസംഗമല്ല പ്രസംഗിക്കുന്നത്. കൃപയുടെയും നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ജീവനിൽ ഏറ്റവും അധികമായിട്ട് വാഴും, ഭരിക്കും. അവന് നമ്മളോട് സ്നേഹം തോന്നിയിട്ടാണ് കൃപ തരുന്നത്. നീതിദാനം, ക്രൂശിൽ നിവർത്തിച്ച നീതി നമുക്ക് ഫ്രീ ആയിട്ട് തരുകയാണ്. അപ്പൊ യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെന്താ മരിക്കുകയല്ല, ദുഃഖിച്ചിരിക്കുകയല്ല, നമ്മൾ ജീവനിൽ വാഴും. വാഴ്ചകളെയും അധികാരങ്ങളുടെ മേൽ വാഴും, ദുഷ്ടാത്മ സൈനകളുടെ മേൽ വാഴും. അല്ലേ? സ്വർഗത്തിലും ഭൂമി സകല അധികാരമുള്ളവനായിട്ട് നാം വാഴും. ഇതാണ് പറഞ്ഞ അവനെ സർവസമ്പൂർണതയുമുണ്ട്. ഇത് വിശ്വാസത്താൽ ഏറ്റെടുക്കണം.
എവിടെയെങ്കിലും പരാജയം വരികയാണെങ്കിൽ, സ്ലിപ്പായി പോകുന്നു തോന്നുന്നുണ്ടെങ്കിൽ മാറി നിന്ന് പ്രാർത്ഥിക്കുക. കർത്താവ്, എനിക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. ഐ നീഡ് യു. നിന്നിൽ സർവസമ്പൂർണതയുമുണ്ട്. ചിലപ്പോൾ ഒരു നിമിഷം മതിയാവും, ചിലപ്പോൾ ഒരു ദിവസം വേണ്ടി വരും. അതിനിടയ്ക്ക് നമ്മുടെ ഉള്ളിൽ ചില പണികൾ നടക്കും. നമ്മുടെ ആ വിശ്വാസം നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അല്പവിശ്വാസം വെളിപ്പെട്ട് കിട്ടും. സ്വസ്നേഹം വെളിപ്പെട്ട് കിട്ടും. അവിടെ കേട്ട് പറയുക, അക്നോളജ് ചെയ്യുക, ലോർഡ് എനിക്ക് മനസ്സിലായി, പ്ലീസ്. വൺസ് ആ റിലേഷനിൽ നമ്മൾ പെർഫെക്റ്റ് ആയാൽ പിന്നെ അതിനെ മാറ്റാൻ ഒരു സൃഷ്ടിയില്ല. അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു കാര്യം ചിന്തിച്ചുള്ളൂ, അവന് സർവസമ്പൂർണത ഉണ്ട്. ഇത് വിശ്വാസത്താൽ നാം ഏറ്റെടുക്കേണ്ടത്. സാഹചര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും എല്ലാ കാര്യങ്ങളല്ല, ഏത് സാഹചര്യത്തിൽ എപ്പോൾ വേണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമുക്കത് വെളിപ്പെടുത്തി തരും. അത് നാം വിശ്വാസത്തിൽ ഏറ്റെടുത്താൽ ആ പുനരുദ്ധാന ശക്തി നമ്മൾ പ്രവർത്തിക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റവരുടെ ക്രിസ്തു ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഇതൊക്കെ നമുക്ക് തരുന്ന പ്രോമിസുകളാണ്. ഇതെല്ലാം ഓർത്തിരിക്കാൻ ഞാൻ ഈ വചനം പഠിക്കാൻ പറയുന്നത്. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്നിൽ സർവസമ്പൂർണതയുമുണ്ട്. പലപ്പോഴും കർത്താവ് സത്യം ഞങ്ങൾ അനുഭവിച്ചറിയാതെ പതറിപ്പോകാറുണ്ട്. അല്പവിശ്വാസമാണ്, പൂർണ്ണമായ വിശ്വാസമേ പരിണമിക്കാത്ത അവസ്ഥകളുണ്ട്. നിനക്ക് ഞങ്ങളോടുള്ള സ്നേഹം നിമിത്തം, നിന്റെ നീതി നിമിത്തം, അകൃപയുടെ നീതിദാനത്തിൽ സമൃദ്ധി ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ചരത്തിലേക്ക് പകർന്ന് യേശു ക്രിസ്തു മുഖാന്തരം ജയജീവിതങ്ങൾ തിരുവാടിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം.